നീരജ് ഗൈവാൻ നമ്മുടെ വിക്കി കൗശൽ സിനിമയായ മസാനൊക്കെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. പുള്ളിയുടെ ഏറ്റവും പുതിയ ഹിന്ദി സിനിമയാണ് ഹോം ബൗണ്ട്. സിനിമയിൽ മെയിൻ ലീഡായിട്ട് വരുന്നത് ഇഷാൻ കാട്ടറും വിശാൽ ജത്വയാണ്. ഈ സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂറാണുള്ളത്. ഈ 2 മണിക്കൂറും ഞാൻ കണ്ടത് ഒരു സിനിമയല്ല, മറിച്ച് രണ്ട് ചെറുപ്പക്കാരുടെ ലൈഫാണ്. അവരുടെയും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവരുടെ ഫാമിലിയുടെയും ലൈഫ്. ഈ സിനിമയുടെ കഥ എന്താന്ന് വെച്ചാൽ, രണ്ട് ചെറുപ്പക്കാർ ലോവർ കാസ്റ്റിലുള്ളവരാണ് ഇവര് ഈ കാസ്റ്റിന്റെ പേരിൽ അനുഭവിക്കുന്ന അധിക്ഷേപങ്ങൾ ഇവർക്കിങ്ങനെ കേട്ട് കേട്ട് മടുത്ത്. സോ അതുകൊണ്ട് ഇവരൊരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. പോലീസ് കോൺസ്റ്റബിൾ എക്സാം, അതായത് അത് പാസ്സായിട്ട് കോൺസ്റ്റബിൾ ആയി കഴിഞ്ഞാൽ ഈ അധിക്ഷേപങ്ങൾക്കൊക്കെ ഒരു അവസാനിപ്പിക്കാൻ കഴിയും. ആ ഒരു വിശ്വാസത്തോടെ ഇവർ ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതോടാണ് ഈ സിനിമയുടെ തുടക്കം. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആക്ടേഴ്സും സത്യം പറഞ്ഞ് അഭിനയിച്ചിട്ടേ ഇല്ല, ജീവിച്ച് കാണിച്ചിരിക്കുക. അതായത് ഈ സിനിമ എന്ന് വെച്ചാലേ ഭയങ്കര സ്ലോ പേസ്ഡിൽ, അങ്ങനെ പേസിങ് വളരെ സ്ലോ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെ ലൗഡായിട്ടുള്ള ഇമോഷൻസോ ലൗഡായിട്ടുള്ള ഡയലോഗ്സോ ഒന്നും തന്നെ ഇല്ല. പ്യുവർ ലൈഫ്, അതാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് ഒക്കെ വളരെ സട്ടിലാണ്, മൈന്യൂട്ടായിട്ടാണ് ഓരോ എക്സ്പ്രഷൻസും ആക്ടേഴ്സ് കൺവേ ചെയ്തിരിക്കണം. സോ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, ആ അത് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു വല്ലാത്തൊരു ഫീലാണ് ഈ സിനിമ. ഇതിങ്ങനെ പയ്യെ 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 ഇങ്ങനെ പ്രോഗ്രസ് ആയിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴല്ലോ ഒരു കത്തി കേറ്റമുണ്ട്. ഓ, സത്യം പറഞ്ഞാൽ പീക്കിലോട്ട് എത്തി എന്ന് പറയാ. ഈ സിനിമ ഒരു ബ്യൂട്ടിഫുൾ, എന്തായാലും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കിടിലം പടമാണ്. ഇതിലെ മെയിൻ ലീഡ് ക്യാരക്ടേഴ്സ് ഇഷാൻ കാട്ടർ, വിശാൽ ജത്വയെ അവതരിപ്പിച്ച ആ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഷോബ് അലിയും ചന്ദൻ കുമാറും. ഈ രണ്ട് ക്യാരക്ടേഴ്സിനോട് നമുക്ക് അവരോട് തോന്നുന്നൊരു ഇഷ്ടമുണ്ട്. ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ ഉണ്ടല്ലോ, എന്താ അടിപൊളിയായിട്ടാണ് കൺവേ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ. നമുക്ക് ഇവരോടൊരു ഇഷ്ടം തോന്നും. അതായത് ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് വിഷമം വരുന്ന, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അതിശയം നേരിടുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അപ്പൊ ഈ രണ്ട് ക്യാരക്ടേഴ്സിനോട് ഇത് തോന്നിയില്ലെങ്കിൽ പിന്നെ ഈ സിനിമ വർക്കാവില്ല. കാരണം പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചാലും നമുക്കെന്താ. പക്ഷേ ഈ രണ്ട് ക്യാരക്ടേഴ്സിനോടും നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും. ഈ രണ്ട് ക്യാരക്ടേഴ്സിനോട് മാത്രമല്ല, ഇവരുടെ ഫാമിലിയിലുള്ള എല്ലാവരോടും നമുക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നും. കാരണം അങ്ങനെയാണ് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ നീരജ് ഗൈവാൻ എന്ന് പറയുന്ന ഡയറക്ടർ, പുള്ളി ആകെ 2 സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഇതും ഇതിനു മുമ്പ് ഇറങ്ങിയ വിക്കി കൗശൽ നായകനാക്കിയ മസാനും. എന്തിന് ഇടക്കിടക്ക് സിനിമ ചെയ്യണം? ഇതേപോലെ വല്ലപ്പോഴും ഒരു സിനിമ ചെയ്താൽ മതി. അതിലിങ്ങനെ ലൈഫ് തന്നെ എടുത്തു വെച്ചാൽ വല്ലപ്പോഴും ചെയ്താൽ മതി. പക്ഷെ ചെയ്യുമ്പോൾ ഇതേപോലത്തെ സാധനമല്ലേ കിട്ടണം, അത് മതി. പ്യുവർ ലൈഫ്, പ്യുവർ സിനിമ. ഇപ്പോഴത്തെ ഇതൊരു കൊമേഴ്ഷ്യൽ മൂവി ഫോർമാറ്റിൽ വരുന്ന അങ്ങനെ ഒരു സിനിമയല്ല. ഇതൊരു ഓഫ് ബീറ്റ് ഫിലിം എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു സിനിമയാണ്. നമുക്കറിയാമല്ലോ ഇപ്പൊ ബോളിവുഡിന്റെ സ്ഥിതി. ബോളിവുഡിൽ നിന്ന് ഇറങ്ങുന്ന കുറെ പടങ്ങൾ സത്യമായി ലിറ്ററലി ചവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ചവറ് പടങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു സിനിമകളൊക്കെ എടുക്കുമ്പോ ഓ, വല്ലാത്തൊരു ഫീലാണ്. കാരണം ഇങ്ങനത്തെ സിനിമകൾ ഇറക്കണുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. കാരണം അത്രക്കും നല്ല പ്യുവർ ലൈഫ്, പ്യുവർ സിനിമ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന അങ്ങനത്തെ ഒരു സിനിമയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും കാണണം. കണ്ടിരിക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ, കണ്ടിരിക്കേണ്ടതായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ അടിപൊളി സിനിമയാണ് ഹോം ബൗണ്ട്. സോ എനിക്ക് ഈ സിനിമ വല്ലാണ്ട് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. നല്ല അടിപൊളി കിടിലം പടം. സോ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.